ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു വാൻചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രീമും കാര്യമൊന്നും ഇല്ലാത്ത സാധാ ഒരു ടീ കേക്ക് സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ റെസിപ്പി കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അരിപ്പ, അതേപോലെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് കേട്ടോ. കപ്പ് ഉണ്ടെങ്കിൽ കപ്പ് എടുക്കാം. ഞാൻ കപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് 1.5 കപ്പ് മൈദ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഉണ്ടല്ലോ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ എടുത്തത്. അതൊക്കെ ഒരു അര ടീസ്പൂൺ. അങ്ങനെ ബേക്കിംഗ് പൗഡർ കുറച്ച് കൂടിയാലും ബേക്കിംഗ് സോഡ ഒട്ടും കൂടാൻ പാടില്ല. അങ്ങനെ എന്നിട്ട് എന്തല്ലോ ഇത് 2 തവണ ഇങ്ങനെ അരിച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതിക്കൊരു ബാറ്റർ റെഡിയാക്കണം. അതിന് ഞാൻ 4 കോഴിമുട്ട കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഉണ്ടല്ലോ ഇതിക്ക് നമുക്ക് പഞ്ചസാരയും കൂടെ പൊടിച്ചേക്കണം. നമ്മൾ നേരത്തെ മൈദ അളന്ന ആ കപ്പ് തന്നെ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ലോയിലിട്ടിട്ട് ബീറ്റ് ചെയ്യണം. ഹൈ ഇതിലിട്ടിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. നന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് മുട്ട ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ വാനില എസൻസ് ആട്ടോ ഞാനിതാ ഇതിൻ്റെ ആ ഒരു മുടിക്ക് ഒരു മുടി കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നാലും നമ്മൾ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനിതാ നമുക്കിതൊന്നും ഇങ്ങോട്ട് പതഞ്ഞ് പൊന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ നിന്ന് 1.5 ടീസ്പൂൺ വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. വീണ്ടും ബീറ്റ് ചെയ്യുക, വീണ്ടും ഇട്ട് കൊടുക്കുക, വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. അതേപോലെ വിസ്ക് മേലെ ഒട്ടും വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പിന്നെ നമുക്കിനിപ്പോൾ ബീറ്റർ ഇല്ലാച്ചിട്ട് ആരും വിഷമിക്കണം. മിക്സിയിലും ഇതുപോലെ അടിച്ചെടുത്താലും നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് റിബൺ ഷേപ്പ് എന്നൊക്കെ പറയും, ഇങ്ങനെ മടങ്ങി വീണ് ഇതാവുമ്പോൾ നമ്മൾ നിർത്തി വെക്കുക. വീണ്ടും ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഓയിലാട്ടോ എടുക്കുന്നത്. എന്നിട്ട് എൻ്റെ കേക്കിൽ എന്തെല്ലാം ചേഞ്ച് വരണമെന്നും കൂടെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓയിൽ വെച്ചാൽ പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല, പിന്നെ ജസ്റ്റ് വിസ്ക് വെച്ച് നടക്കാൻ പാടില്ല. ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൗഡേഴ്സ് നമ്മൾ ഇതിക്ക് ഇങ്ങനെ 1.5 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ അത് ഓണാക്കാതെ ബീറ്റർ ഓണാക്കാതെ ജസ്റ്റ് ആ വിസ്ക് വെച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ഇടുമ്പോൾ വല്ലാണ്ട് കട്ട കുത്ത അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനിത് വെച്ചിട്ടും പിന്നെ ഒരു 3-4-5 ടീസ്പൂൺ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇട്ടത് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ വിസ്ക് വെച്ചിട്ട് തുടക്കത്തിൽ തന്നെ നന്നായിട്ട് കുത്തി കലക്കുമ്പോൾ നമ്മൾ ഈ പൊങ്ങി വന്ന ബാറ്ററി താന്ന് പോണില്ലെക്കാട്ടുപരി അതൊരു വെള്ളം പോലെ ആവും. ഒരിക്കലും അങ്ങനെ ആയാൽ പെർഫെക്റ്റായിട്ട് കേക്ക് പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടില്ല, ഒരു ഹാർഡായ പോലെ തോന്നും. പിന്നെ ഇതാണ് എല്ലാ പൊടി ഇട്ടതിന് ശേഷമാണ് വിസ്ക് വെച്ചിട്ട് കറക്കി കൊടുക്കുന്നത്. ആ ഒരു ലാസ്റ്റ് ഫൈനലായപ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ അത്യാവശ്യം താന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു ബൗളിലേക്ക് നമ്മൾ അതിന് ബാറ്ററിന്ന് കുറച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ സ്റ്റൈലായിട്ടൊന്ന് കൊട്ടി നോക്കിയപ്പോൾ കിട്ടണില്ല. പിന്നെ സ്പൂണൊക്കെ എടുത്ത് കൊട്ടി നോക്കുമ്പോൾ ആകത മറ്റേ പറക്കും തലികത്ത് മണവാളിന് ഒരുക്കിയ പോലെ അയക്കണം, ആകെ അലമ്പയക്കണം കേട്ടോ. ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് ഒന്നും കണ്ട് മിക്സ് ചെയ്താൽ റെഡി ആവുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കൊക്കോ പൗഡർ കൂടിപ്പോയി. അപ്പോൾ ഒരു 2 ടീസ്പൂണ് കൊക്കോ പൗഡർ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എൻ്റെതാകെ കുളമായി കലമായി എന്ന് പറഞ്ഞ പോലെ ആകെ ജഗപോക്കായി. ഇപ്പം ഞാൻ ഇതിക്ക് കുറച്ചും കൂടെ ബാറ്ററും അതേപോലെ തന്നെ കുറച്ച് പാലും കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മറ്റേ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു നല്ല കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ് മിൽക്ക് ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയായപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വൈക്ക് പോവല്ലേ, അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ പെർഫെക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല, അതിന് ആ ക്ലാസ്സിന് പോയി പഠിക്കണം അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചെയ്താണ് പഠിക്കുക. ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മൾ ചെയ്ത് നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആവും. അതിന് വലിയ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ചെയ്താലോ എല്ലാം പഠിക്കുക. കേക്ക് ബേക്ക് ചെയ്യുന്ന ഓവനിലും ഇതിലൊന്നല്ല കേട്ടോ. ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ആ ഓയിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുഭാഗം ചട്ടീൻ്റെ ഒരു മുകൾ ഭാഗം വരെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണതാണ് ഏറ്റവും ബെറ്റർ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽപ്പാണ്. പിന്നെ ഈ ബാറ്റർ പാർന്ന് കൊടുക്കുന്നത് ഇതാണ്. ഇങ്ങനെ ഫസ്റ്റ് വൈറ്റ് പിന്നെ
ചോക്ലേറ്റ് പിന്നെ വൈറ്റ് പിന്നെ ചോക്ലേറ്റ് പിന്നെ വൈറ്റ് പിന്നെ ചോക്ലേറ്റ്, ആ ഒരു മെത്തേഡിലാട്ടോ നമ്മൾ പാർന്നു കൊടുക്കുന്നത്. നമുക്ക് പല മെത്തേഡായിട്ട് ഇത് ഉണ്ടാക്കാം. വൈറ്റ് ഫുള്ള് പാർന്നു കൊടുത്തിട്ട് പിന്നെ ചോക്ലേറ്റ് ഫുള്ള് ആയിട്ട് പാർന്നു കൊടുക്കാം. ഇതുപോലെയും ചെയ്യാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ടീ കേക്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കുട്ടികൾക്കായാലും നമുക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഐഡിയക്ക് ഞാനിപ്പോൾ ഒരു പപ്പടക്കോല് എടുത്തിട്ടാട്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈൻ കൊടുക്കാം. ഇനി ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കേക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അധികം മക്കളെ പറ്റിക്കാൻ ബർത്ത്ഡേക്കൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ ക്രീമും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൊടുന്ന് അങ്ങ് അലങ്കരിച്ചിട്ട് കുട്ടികളെ പറ്റിക്കും. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിളാട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓവണും ബീറ്ററും കാര്യമൊന്നും വേണമെന്നൊന്നുമില്ല. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടോ. ഞാൻ പറഞ്ഞില്ല, ബീറ്ററിൻ്റെ പകരം മിക്സിയിലിട്ടടിച്ചാലും സംഭവം റെഡിയായി കിട്ടും. ഇനി ഓയിൽ ഉപയോഗിച്ചിട്ട് എന്ത് സംഭവിച്ച് വളയെന്ന് ചോദിക്കുന്നവരോട്, ഓയിൽ ഉപയോഗിച്ചിട്ട് വലിയ സംഭവമൊന്നുമില്ല, ടേസ്റ്റിലും ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇതിലേറെ പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ നന്നായിട്ട് അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. എങ്കിലും ആ ഒരു സൈഡ് ഭാഗം കൂടെ ഇതേ അളവിൽ പൊങ്ങാറുണ്ട്. ഇന്നെന്തോ പൊങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഓയിലിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നെനിക്ക് സംശയമില്ലാതില്ല. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കേണ്ടടുത്ത് അത് തന്നെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.